Hello students. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കൂളോംസ് ലോയിലെ സെക്കൻഡ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കൂളോംസ് ലോ എന്താണെന്ന് പരിചയപ്പെട്ടിരുന്നു. ഈ സെക്ഷനിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് കൂളോംസ് ലോയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ കൂളോംസ് ലോ, രണ്ട് ചാർജുകൾ കിടക്കേണ്ട കൂളോംസ് ലോ അഥവാ കൂളോംസ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. എന്തായിരുന്നു K എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കാൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് അഥവാ കൂളോംസ് കോൺസ്റ്റൻറ്റ്, where K is equal to 1 by 4 pi epsilon naught, where epsilon naught is called permittivity of free space. അതായത് എയർ ആണ് എങ്കിൽ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കെയുടെ വാല്യൂ പഠിച്ചിരുന്നു. ഇഫ് ഇറ്റ് ഈസ് ഫ്രീ സ്പേസ് ഇറ്റ്സ് വാല്യൂ ഈസ് 1 by 4 pi epsilon naught. അതിൻ്റെ വാല്യൂ എത്രയായിരുന്നു നമ്മൾ പഠിച്ചായിരുന്നു? ഓർത്തിരിക്കുക, എളുപ്പമുള്ള നമ്പറാണ് ഞാൻ പറഞ്ഞിരുന്നു, 9 × 10⁹9. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവൻ്റെ യൂണിറ്റും ഡയമെൻഷനും കൂടെ, അതായത് കെ എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും ഡയമെൻഷനും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് കെ. യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് കെ എന്തായിരുന്നു? കെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. നിങ്ങൾ സ്മാൾ കെ ഉപയോഗിച്ച് പഠിച്ചാൽ മതി, കാരണം അടുത്ത ചാപ്റ്റർ വരുമ്പോൾ പുതിയൊരു കോൺസ്റ്റൻറ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരും. ക്യാപിറ്റൽ കെ എന്നാണ് വിളിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്കത് ഈ ചാപ്റ്റർ തന്നെ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻറ്റിനെ സ്മാൾ കെ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കെ കണ്ടുപിടിക്കാം. ഇതാ ഈ ഇക്വേഷനിൽ നിന്ന് കെയുടെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞുതരാമോ? കെ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ Q1 Q2 അല്ലേ. എന്തായിരുന്നു എഫ്? യൂണിറ്റ് എന്ന് പറഞ്ഞേ ന്യൂട്ടൺ. എന്തായിരുന്നു ആർ? ലെങ്ത് അല്ലേ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് മീറ്റർ അല്ലേ. അവിടെ സ്ക്വയർ ഉണ്ടായിട്ട് മീറ്റർ സ്ക്വയർ എന്ന് വേണ്ടി കൊടുക്കാൻ. ഡിവൈഡ് ബൈ എന്തായിരുന്നു ചാർജിൻ്റെ യൂണിറ്റ്? ഇറ്റ് ഈസ് കൂളോം. കൂളോം ഇൻറ്റു കൂളോം എന്ന് വരുമ്പോൾ കൂളോം സ്ക്വയർ എന്ന് ചോദിക്കട്ടെ. ഓക്കെ, അപ്പോൾ കൂളോം സ്ക്വയർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളോം സ്ക്വയർ. ഇതാണ് കെയുടെ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും? കെ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon naught ഈക്വൽ ടു 9 × 10⁹9. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലേ, ആ യൂണിറ്റ് പറഞ്ഞാൽ മതി. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളോം സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളോം സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ഡയമെൻഷൻ കൂടി കണ്ടുപിടിച്ച് വെച്ചേക്കാം. വാട്ട് ഈസ് എ ഡയമെൻഷൻ? ഡയമെൻഷൻ ഓഫ് കെ എന്ന് കണ്ടുപിടിച്ചാണ്. കെ ഡയമെൻഷൻ എഴുതാൻ വേണ്ടി നമുക്ക് യൂണിറ്റിൽ തന്നെ ഡയമെൻഷൻ ഉണ്ടാക്കിയെടുക്കാം. ന്യൂട്ടൻ്റെ ഡയമെൻഷൻ m(L)(T⁻⁻2) ആണോ, ഇൻറ്റു മീറ്റർ സ്ക്വയർ അഥവാ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ചാർജിൻ്റെ ഡയമെൻഷൻ പഠിച്ച് വെച്ചേക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ചാപ്റ്റർ മൊത്തം ചാർജാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഡയമെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 80 ഇൻറ്റു 80, കാരണം രണ്ട് ചാർജുകളുണ്ട്, Q1 Q2 എന്നല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് mL³ ഡിവൈഡഡ് ബൈ A²T² അല്ലേ. ഇനി നമുക്ക് A² G² മേൽ കൊണ്ടുപോകാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ബിക്കം mL³T⁻². ആ -2 താഴെ നിന്ന് വരുന്ന 2 കൂടെ ചേരുമ്പോൾ ഒരു -4 ആവത്തില്ലേ? യെസ്, തീർച്ചയായിട്ടും. A⁻² ഡിവൈഡ് ബൈയിലല്ലോ, തീർന്നല്ലോ. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കെയുടെ ഡയമെൻഷനായ mL³T⁻⁻4 A⁻² എന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എപ്സിലോൺ നോട്ട് അഥവാ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ. നമുക്ക് അവൻ്റെ ഡയമെൻഷനോട് നോക്കാം. വി ഹാവ് കെ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon naught. ഇവൻ്റെ ഡയമെൻഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് mL³T⁻⁻4 A⁻² അല്ലേ. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ നോട്ടിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഡയമെൻഷൻ എന്തായിരിക്കും? യൂണിറ്റും വേണം, ഡയമെൻഷൻ വേണം. ആദ്യം നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ആൻഡ് ഇറ്റ്സ് ഡയമെൻഷൻ ഈസ്, ഇവനെ അങ്ങ് റെസിപ്രോക്കൽ എടുത്താൽ പോരെ. കാരണം 4 കോൺസ്റ്റൻറ്റാ, പൈ കോൺസ്റ്റൻറ്റ് ഇവന്മാർക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഇവൻ്റെ ഡയമെൻഷൻ റെസിപ്രോക്കൽ എടുത്താൽ പോരെ. ഡയമെൻഷൻ ഓഫ് എപ്സിലോൺ നോട്ട് ഈസ് ഈക്വൽ ടു m⁻⁻1 L⁻⁻3 T⁻⁴ A² ആണോ? മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ നോട്ടിൻ്റെ ഡയമെൻഷനും കണ്ടുപിടിച്ചു. ഇനി എപ്സിലോൺ നോട്ടിൻ്റെ യൂണിറ്റ് കൂടെ എന്ന് പറയാം. യൂണിറ്റ് ഓഫ് എപ്സിലോൺ നോട്ട്. എപ്സിലോൺ നോട്ടിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? അല്ലെങ്കിൽ കെയുടെ ഇക്വേഷൻ 1 by 4 pi epsilon naught. അതിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 9 × 10⁻⁹9. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളോം സ്ക്വയർ അല്ലേ. ഇങ്ങനെയല്ലായിരുന്നു യൂണിറ്റ്? അതെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് എപ്സിലോൺ നോട്ടിൻ്റെ യൂണിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എപ്സിലോൺ നോട്ട് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.85 × 10⁻12 എന്നാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ ഈ കോൺസ്റ്റൻ്റെ വാല്യൂ പഠിച്ചു. ഒപ്പം യൂണിറ്റ് എടുക്കാൻ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, കാരണം കെയുടെ റെസിപ്രോക്കൽ എടുത്താൽ മതിയായിരിക്കും എപ്സിലോൺ നോട്ടിന്. ഇറ്റ് ഈസ് N⁻⁻1 m²-2 കൂളോം സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പോൾ എപ്സിലോൺ നോട്ടിൻ്റെ യൂണിറ്റുമായി ഡയമെൻഷനുമായി. ദിസ് ഈസ് കാൾഡ്
പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതായത് മീഡിയം എയർ ആണെങ്കിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻറ്റിൽ ഉപയോഗിക്കേണ്ട കോൺസ്റ്റൻറ്റ്. ഇനി നമുക്ക് പഠിക്കേണ്ടത്, നമ്മൾ രണ്ടാമതൊരു കോൺസ്റ്റൻറ്റ് കൂടി പഠിച്ചിരുന്നു. മീഡിയം മാറുകയാണെങ്കിൽ, പുതിയൊരു മീഡിയം വരികയാണെങ്കിൽ, ഇറ്റ് ഈസ് കൾഡ് എപ്സിലോൺ ആർ അഥവാ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ശ്രദ്ധിക്കാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ വേറൊരു പേരൂടെ വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് കൾഡ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഞാൻ പറഞ്ഞു അടുത്ത ചാപ്റ്ററിൽ നമുക്ക് വീണ്ടുന്നൊരു ടേമാണ്. ഈ ചാപ്റ്റർ മുതൽ നമ്മളൊക്കെ പഠിച്ചു പോവുകയാണ്. ഇറ്റ് ഈസ് കൾഡ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. നമ്മൾ അവിടെ അതിനെ എപ്സിലോൺ ആറിന് പകരമായിട്ട് ക്യാപിറ്റൽ കെ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടാവരുത്. ക്യാപിറ്റൽ കെ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ആറിന് പകരം ഉപയോഗിക്കുന്ന ഒരു ടേം മാത്രമാണ്. നമ്മുടെ കയ്യിൽ വേറൊരു കോൺസ്റ്റൻറ്റ് ഉണ്ട്, സ്മാൾ കെ. എന്തായിരുന്നു അത്? ഇറ്റ് ഈസ് കൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് അഥവാ കൂളോംസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതായത് ഒരു മീഡിയം ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പെർമിറ്റിവിറ്റിയും കൂടെ നമ്മൾ എന്തിനു വേണ്ടി കൺസിഡർ ചെയ്യേണ്ടി വരും? ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി കൺസിഡർ ചെയ്യേണ്ടി വരും. ഇനി എപ്സിലോൺ ആർ കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ യൂണിറ്റ് ഡയമെൻഷൻ നോക്കാം. നോക്കി, ഇതിൻ്റെ മുകളിലും താഴെയും ഒരേ ക്വാണ്ടിറ്റി തന്നെയല്ലേ കിടക്കുന്നത്? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവന് യൂണിറ്റും കാണത്തില്ല, ഡയമെൻഷനും കാണത്തില്ല. ഇറ്റ്സ് എ യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് നമ്പർ. ഇറ്റ് ഈസ് എ യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് നമ്പർ. അത് വെറും ഒരു നമ്പർ മാത്രം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടായിരിക്കും. എയറിൻ്റെ വാല്യൂ, എപ്സിലോൺ ആറിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 1. എയറിൻ്റെ എപ്സിലോൺ ആറിൻ്റെ വാല്യൂ 1 ആണ്. ഇനി വാട്ടറിൻ്റെ എടുക്കുകയാണെങ്കിൽ എപ്സിലോൺ ആർ ബിക്കം 80 or 81. മനസ്സിലായോ? 80 ആകാം, 81 ആകാം. അതെങ്ങനെ വേരി ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. കാരണം ഇത് എൻട്രൻസിന് സാധാരണ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. എപ്സിലോൺ ആർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനെ. അതായത് ഇവന്മാർ തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ടെമ്പറേച്ചർ കൂടിയാൽ എപ്സിലോൺ ആറിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? സോ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് എപ്സിലോൺ ആർ. ഇനി എപ്സിലോൺ ആറിൻ്റെ ബാക്കി ടൈംസ് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂവിൽ എപ്സിലോൺ ആർ ഇല്ലാതെ വന്നാൽ, അതായത് മീഡിയം എയർ ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ലൊക്കേഷൻ എന്താണ്? എഫ് ഈസിക്കൽ ടു കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നല്ലേ പഠിച്ചത്? Q1 Q2 ബൈ ആർ സ്ക്വയർ. അതായത് മീഡിയം എയർ ആണെങ്കിൽ ഞാൻ ഇതിനെ എഫ് നോട്ട് എന്ന് വിളിച്ചോട്ടെ, വിത്തൗട്ട് മീഡിയം എഫ് നോട്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ബിക്കം 1 കെയുടെ വാല്യൂ എന്താണ്? 1/4 എപ്സിലോൺ നോട്ട് മാത്രമല്ലേ ഉള്ളൂ. Q1 Q2 ബൈ ആർ സ്ക്വയർ ആണോ? ഇനി ഞാനിവിടെ ഒരു മീഡിയം വെക്കാൻ പോവാണ്. ഈ രണ്ട് ചാർജുകൾക്കിടയ്ക്ക് ഒരു മീഡിയം ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോഴും ഇക്വേഷൻ കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ തന്നെയാണ്. പക്ഷേ എൻ്റെ വാല്യൂ എത്രയായിട്ട് മാറും? 1/4 എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ ആർ. മീഡിയം കൂടെ വരുമ്പോൾ എപ്സിലോൺ ആറോടെ മൾട്ടിപ്ലൈ ഉണ്ട് ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. ഞാൻ ഇതിനെ ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ 2 എന്നും വിളിച്ചോട്ടെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇക്വേഷൻ 1/2 എന്ത് കിട്ടും? ദറ്റ് ഈസ് F0/Fm ഒന്ന് കണ്ടുപിടിച്ച് തരാം. ഇറ്റ് ഈസ് 1/4 എപ്സിലോൺ നോട്ട് Q1 Q2 ബൈ ആർ സ്ക്വയർ. കറക്റ്റ് അല്ലേ? 1/4 എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ വെട്ടാം നമുക്ക്? 1/4 എപ്സിലോൺ നോട്ട്, 1/4 എപ്സിലോൺ നോട്ട്, Q1 Q2 ആർ സ്ക്വയർ. ബാക്കി നമുക്ക് എന്താ ഉള്ളത് നോക്കാം. ദറ്റ് ഈസ് F0/Fm അല്ലേ? F0/Fm അല്ലേ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? F0/Fm ഈസ് ഈക്വൽ ടു 1/1 ഡിവൈഡ് ബൈ 1 എപ്സിലോൺ ആർ എന്നല്ലേ വരത്തുള്ളൂ. റെസിപ്രോക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എപ്സിലോൺ ആർ. ദാറ്റ് ഈസ് എപ്സിലോൺ ആറിന് നമുക്ക് പുതിയൊരു ഇക്വേഷൻ കൂടെ കിട്ടിയിരിക്കുകയാണ്. എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു F0 അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് വിത്തൗട്ട് മീഡിയം ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 മീഡിയംസ് വിത്ത് മീഡിയം ആണോ? വേറെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിരുന്നുണ്ടായിരുന്നു, എപ്സിലോൺ നോട്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ എപ്സിലോൺ ആർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻസ്. ഇതിന് യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല, ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് പഠിച്ചുകൊണ്ടിരുന്നത് എപ്സിലോൺ ആറിനെ കുറിച്ചാണ്. എപ്സിലോൺ ആർ ഇക്വൽ ടു ഫോഴ്സ് വിത്തൗട്ട് മീഡിയം ബൈ ഫോഴ്സ് വിത്ത് മീഡിയം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് വിത്തൗട്ട് മീഡിയം ആൻഡ് വിത്ത് മീഡിയം. ഓക്കെ. ഇനി എപ്സിലോൺ ആർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു? ടെമ്പറേച്ചർ അല്ലേ? എപ്സിലോൺ ആറിൻ്റെ വാല്യൂ പല മീഡിയത്തിനും പലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഫോർ എയർ എപ്സിലോൺ ആറിൻ്റെ വാല്യൂ 1. ഫോർ വാട്ടർ ഇറ്റ് ഈസ് 80 or 81. നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പോലെ എടുത്ത് എഴുതണം. 80 or 81. നോർമലി നമുക്ക് 81 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഫോർ വാട്ടർ. ഓക്കെ ആണോ? പല മെറ്റീരിയൽസിനും പലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ആർ ഏറ്റവും കൂടിയ മെറ്റീരിയൽ ഏതായിരിക്കും? ഇറ്റ് ഈസ് മെറ്റൽസ്. പ്യുവർ മെറ്റൽസിന് എപ്സിലോൺ ആറിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ. അതായത് ഒരു രണ്ട് ചാർജുകൾക്കിടയ്ക്ക് നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എപ്സിലോൺ ആറിൻ്റെ വാല്യൂ, മെറ്റലാണോ യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്സിലോൺ ആറിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിട്ട് മാറും.
സോ എപ്സിലോൺ ആറിൻ്റെ മാക്സിമം വാല്യൂ കിട്ടുന്നത് ഏത് മെറ്റീരിയൽസിനാണ്? മെറ്റൽസിനാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 2 NCERT പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഇത്രയും നേരം നിങ്ങൾ പഠിച്ച കൺസെപ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇതാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ NCERT ക്വസ്റ്റ്യൻ നമ്പർ 1.1, എക്സസൈസ് നമ്പർ 1.1. എപ്പോഴും ഫിസിക്സ് പഠിക്കുമ്പോൾ CBSEക്ക് NCERT ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കിടക്കുന്ന അല്ലെങ്കിൽ NCERT എക്സസൈസ് മാക്സിമം ചെയ്ത് പഠിക്കുക. കാരണം അതിൽ നിന്ന് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ പഠിച്ച തിയറി നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 സ്മോൾ ചാർജ്ഡ് സ്ഫിയേഴ്സ് ഹാവിംഗ് ചാർജസ് ഓഫ് 2 × 10⁻⁷ coulomb and 3 × 10⁻⁷ coulomb പ്ലേസ്ഡ് 30 cm apart in air? ഓക്കെയാണോ? സോ നമ്മൾ ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഒന്നിലേറെ തവണ വായിച്ചിരിക്കണം. നിങ്ങൾക്ക് എത്ര തവണ വായിക്കുമ്പോഴാണോ മനസ്സിലാവുന്നത് അത്രയും തവണ നിങ്ങൾ വായിച്ചിരിക്കണം. എന്നിട്ട് രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്: തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കൊരു ഗിവൺ വാല്യൂസ് എടുത്തെഴുതുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ഗിവൺ വാല്യൂസ് ഞാനൊരു ഫിഗർ കൂടെ വരച്ചിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എഴുതാം. ഫസ്റ്റ് ചാർജ്, സെക്കൻഡ് ചാർജ്, 2 സ്മോൾ സ്ഫിയേഴ്സ് അല്ലേ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ചാർജിൻ്റെ വാല്യൂ 2 × 10⁻⁻⁷ ആണ്. ദാറ്റ് ഈസ് Q1 = 2 × 10⁻⁷. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ യൂണിറ്റ് സ്റ്റാൻഡേർഡ് ആണോ അല്ലയോ നോക്കുക. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മൾ ഗിവൺ വാല്യൂസ് എടുത്ത് എഴുതുമ്പോൾ തന്നെ അത് സ്റ്റാൻഡേർഡ് വാല്യൂയിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടുന്നതിൽ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആക്കി ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടൂ. ഓക്കെ, സെക്കൻഡ് ചാർജ് ഗിവൺ എത്രയാണ്? 3 × 10⁻⁻⁷ coulomb. നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 3 × 10⁻⁷ coulomb. അപ്പോൾ 3 × 10⁻⁷ coulomb. ഇനി പ്ലേസ്ഡ് 30 cm എപ്പാർട്ട്. ഇവന്മാർക്കിടയ്ക്കുള്ള ദൂരം എത്രയാണ്? R = 30 cm. വാല്യൂ ശ്രദ്ധിച്ചോ, 30 cm. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? സ്റ്റാൻഡേർഡ് യൂണിറ്റായ മീറ്ററിലേക്ക്. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 10⁻⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഗിവൺ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു, എയറിലാണ് വെച്ചിരിക്കുന്നത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 സ്മോൾ ചാർജ് സ്ഫിയേഴ്സ്? 2 ചാർജുകൾക്കിടയ്ക്കുള്ള ഫോഴ്സ് എന്നാണ് ഇക്വേഷൻ കൂളോംസിലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഞാൻ ഇതിനെ F എന്ന് വിളിക്കാം. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇവിടെ മീഡിയം എയർ ആണ്. ഇറ്റ് ഈസ് 1/4πε കാരണം എയർ അല്ലേ. ഇൻറ്റു Q1. Q1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞേ. ഓക്കെ, ഞാൻ ആദ്യം ജനറൽ ഇക്വേഷൻ എഴുതാം. Q1 Q2/R². വി ഹാവ് എപ്പോഴും എടുത്തെഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക. കാരണം നമുക്ക് എന്തൊക്കെ കയ്യിൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഇക്വേഷൻ F0 = 1/4πε Q1 Q2/R². ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1/4πε? ഞാൻ പറഞ്ഞു ഫ്രീ സ്പേസ് ആണ് കൂടുതലും വരുന്നത്, അതുകൊണ്ട് തന്നെ ഓർത്തിരുന്നോണം. ഇറ്റ് ഈസ് 9 × 10⁻⁹ ഇൻറ്റു Q1ൻ്റെ വാല്യൂ ഇറ്റ് ഈസ് 2 × 10⁻⁷ അല്ലേ? Q2ൻ്റെ വാല്യൂ 3 × 10⁻⁷. എല്ലാം കൂളോമിലായതുകൊണ്ട് നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ആറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലായിരുന്നു. നമ്മളതിനെ മീറ്ററിലാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ദ ഹോൾ സ്ക്വയർ. കാരണം ഇവിടെ R² ആണ്, നമുക്ക് ആറിൻ്റെ വാല്യൂ ഉള്ളൂ. ഓക്കെയാണോ? സോ 9 × 10⁻⁹ ഇൻറ്റു 2 × 3 എത്രയാണത്? 6 അല്ലേ? ഇൻറ്റു 10⁻⁻14 ഡിവൈഡഡ് ബൈ 9 × 10⁻⁻². ഓക്കെയാണോ? 9 × 10⁻⁻². നിങ്ങൾക്ക് ഏതൊക്കെ വെട്ടാം? 9 9 വെട്ടാം. 10⁻⁻², -14 വെട്ടിക്കോ. ഇറ്റ് ഈസ് -12 വരും. ഇത് രണ്ടുകൂടെ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 6 × 10⁻³ ന്യൂട്ടൺ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഇറ്റ് ഈസ് 10⁻³ ന്യൂട്ടൺ. ഇവിടുത്തെ ചാർജിൻ്റെ നേച്ചർ എന്തായിരിക്കും? ഇറ്റ് ഈസ് റിപ്പൾസീവ്. കാരണം രണ്ടും ഫോഴ്സ് ഉണ്ടാകുന്ന 2 ചാർജ് നമുക്ക് തന്നിരിക്കുന്ന 2 ചാർജുകളും പോസിറ്റീവ് ചാർജുകളാണ്. സോ ഉറപ്പായിട്ടും അവിടെ ഉണ്ടായ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒന്നുകിൽ അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ അല്ലേ പഠിച്ചിട്ടുള്ളത്. സെയിം ചാർജ് ആണെങ്കിൽ ഇറ്റ് ഈസ് റിപ്പൾസീവ്. ഓക്കെയാണോ? ഓക്കെ, നമ്മളിനി നോക്കാൻ പോകുന്നത് NCERTയിലെ 1.2 എക്സസൈസ് നമ്പർ 1.2 ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. അതും ഇതേ സെക്ഷനിൽ തന്നെയുള്ളതാണ്, കൂളോംസിൽ തന്നെയുള്ളതാണ്. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 സ്ഫിയേഴ്സ് ഓഫ് ചാർജ് -0.8 microcoulomb and 0.4 microcoulomb in air is 0.2 Newton. What is the distance between the spheres? ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, അതിനുശേഷം സ്വന്തമായിട്ട് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ നോക്കുക. ഇത് നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രമിച്ച് നോക്കൂ. ഓക്കെ, നമുക്ക് ആദ്യം ഗിവൺ വാല്യൂസിൻ്റെ അടുത്ത് എഴുതാം. ഗിവൺ വാല്യൂസിൽ Q1 തന്നിട്ടുണ്ട് അല്ലേ? Q1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെഗറ്റീവ് ചാർജ് 0.8 മൈക്രോകൂളം. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റുക. ഇൻറ്റു 10⁻⁻6 കൂളം. ബിക്കോസ് മൈക്രോകൂളോമിനെ കൂളോമാക്കാൻ 10⁻⁻6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. Q2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് 0.4 മൈക്രോകൂളം. ദറ്റ് ഈസ് 0.4 × 10⁻⁻6 കൂളോം. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം ആറാണ്. അതിനൊന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ഇനി തന്നിട്ടുള്ളൊരു കാര്യം കൊണ്ടുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അത് എവിടെയാണ്? എയറിലാണ്. അപ്പോൾ F0 എന്നിട്ടുള്ളൂ.
എത്രയാണത്? 0.2 ന്യൂട്ടൺ. ന്യൂട്ടണിലാണ് സ്റ്റാൻഡേർഡ് വാല്യൂടെ ഇനി മാറ്റാൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആറും ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നത് F0 = 1/4πε0 Q1 Q2/r². Q1 Q2/r². എത്രയായിരുന്നു 1/4πε0ൻ്റെ വാല്യൂ? 9 × 10⁻⁹. എഫിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് 0.2 ആണോ? ഇൻറ്റു Q1 Q2 എത്രയ്ക്കായിരുന്നു വാല്യൂസ് എന്ന് പറയാമോ? തീർച്ചയായിട്ടും ഞാനതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ളൂ, കാരണം ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സൈൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് 0.8 × 10⁻⁻6 ഇൻറ്റു 0.4 × 10⁻⁻6. എന്തുകൊണ്ട് ഞാനിവിടെ മൈനസ് ഇട്ടില്ല? മൈനസ് ഇടാൻ ഞാൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിസ്റ്റൻസ് ആണ്, അതൊരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. /r². അങ്ങനെയാണെങ്കിൽ r² കാണാനുള്ള ഇക്വേഷൻ എനിക്കൊന്ന് പറഞ്ഞുതരാമോ? ഇതിനെല്ലാം കൂടെ തിരിച്ചെഴുതിയാൽ പോരെ. 8 × 10⁻⁻7 ഇൻറ്റു 4 × 10⁻⁻7 -7ലേക്ക് മാറ്റിയാൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡെസിമൽ മാർക്ക് കിട്ടും. /0.2 വേണമെങ്കിൽ 2 × 10⁻⁻1 കൊടുത്തോളൂ. ഇനി പവറെല്ലാം കൂടെ സോൾവ് ചെയ്യുക. സോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ ഇതായിരിക്കും. r = ചെയ്ത് നോക്കിയാൽ മതി. ഇറ്റ് ഈസ് 0.12 മീറ്റർ അഥവാ 12 സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ? ഇതേ ആൻസർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, നമുക്കിനി ഒരു ഹോംവർക്കാണ്. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കണം. മറ്റേ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലൊന്നും ഉപയോഗിക്കരുത്. അതായത് നെറ്റിലൊന്നും നോക്കി ആൻസർ എഴുതരുത്. സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണം. തെറ്റിയാലും ഒരു പ്രശ്നമില്ല, കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രോബ്ലമാണ്. ഹോംവർക്ക് ഇതാണ്. ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ആൻ ഇലക്ട്രോൺ ആൻഡ് എ പ്രോട്ടോൺ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 1 millimeter എപ്പാർട്ട് ഇൻ എയർ. ഓക്കെ ആണോ? കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ഒരു ഇലക്ട്രോണിനും പ്രോട്ടോണിനും ഇടയ്ക്കുള്ളതാണ്. ഇലക്ട്രോണിനും ചാർജ് ഉണ്ട്, പ്രോട്ടോണിനും ചാർജ് ഉണ്ട്. സോ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. എയറിലാണ് വെച്ചിരിക്കുന്നത്, ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. എളുപ്പമല്ലേ? ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സസൈസ് നമ്പർ 1.3 ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: ചെക്ക് ദ റേഷ്യോ k × E²/g × me mp ഈസ് ഡയമെൻഷൻലെസ്. നോക്കി, ഈ റേഷ്യോ ഡയമെൻഷൻ ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയമെൻഷൻലെസ് ആണെന്ന് ചെക്ക് ചെയ്യാം. സോ കെ നമുക്കറിയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻ്റ്. ഇ എന്ന് വെച്ചാൽ ബേസ് ചാർജ് ആണ്. ബേസ് ചാർജ് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 കൂളോം ആണ്. സോ ചാർജ് ആണ്, ഇതിൻ്റെ സ്ക്വയർ തന്നിട്ടുണ്ട്. ജി എന്താണ്? ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ അറിയാവുന്നതാണ്. എം ഇ ഇലക്ട്രോണിൻ്റെ മാസ്സാണ്. എത്രയായിരുന്നു അത്? 9.1 × 10⁻⁻31. അടുത്തത് മാസ് ഓഫ് പ്രോട്ടോൺ. ഓക്കെ, നമുക്കിവിടെ വാല്യൂ ഇട്ട് കൊടുക്കേണ്ട, ഡയമെൻഷൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മാസ് ജിയുടെ ഡയമെൻഷൻ അറിയാം, ഇയുടെ ഡയമെൻഷൻ അറിയാം,